ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് പറയാൻ പോകുന്നത് യൂറോപ്പിലേക്കൊരു ബസ് ഡ്രൈവറായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ ഇവിടെ എത്തിച്ചേരാം, എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. ഞാൻ വന്നൊരു രീതിയാണ് ഞാൻ പറയണത്. ആദ്യം നമ്മളൊരു ഇൻ്റർവ്യൂ പാസ്സാവണം. മസ്റ്റായിട്ട് ഇൻ്റർവ്യൂ പാസ്സാവണമെങ്കിൽ നമുക്ക് ആദ്യം ഇൻ്റർവ്യൂവിൻ്റെ പേടി മാറണം. അപ്പോൾ അതിന് ഞാൻ ചെയ്തു തരുന്നത്, മുമ്പേ തന്നെ എല്ലാ ബസ് ഡ്രൈവർമാരുടെ ഇൻ്റർവ്യൂവിലും പോയി പങ്കെടുക്കും. നമ്മൾ വർക്ക് ചെയ്തതിനായിട്ടും ചെറിയ പൈസയ്ക്കുള്ള ഇൻ്റർവ്യൂ സാലറി ഉള്ള ജോബാണെങ്കിലും നമ്മളവിടെ ഇൻ്റർവ്യൂവിന് പോകും. കാരണം ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നിടത്തോളം എവിടെയെങ്കിലും ഒരു വേക്കൻസി ഉണ്ട്, ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോവുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ബസ് ഡ്രൈവർമാരുടെ ജോബിനായിട്ട് അവർ വല്ലാണ്ട് ഇംഗ്ലീഷൊന്നും ചോദിക്കില്ല. ഒരു ബേസിക് നമുക്ക് സംസാരിക്കാൻ അറിയുന്നുണ്ടോ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയോ എന്നൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു 5-6 ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ചോദ്യങ്ങൾ വരിക, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പേടിയില്ലാണ്ട് ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ പറ്റും. ഞാനൊരു 10-15-16ഓളം ഇൻ്റർവ്യൂവിന് ഞാൻ ഇതിന് മുമ്പ് പോയിരുന്നു. ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഓഫുള്ള അന്ന് എവിടെയെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാൻ പോകും. അപ്പോൾ നമ്മളത് നമുക്കൊരു എക്സ്പീരിയൻസ് ആവും, നമുക്ക് ഇൻ്റർവ്യൂവിനോടുള്ള പേടിയും പോവും. പിന്നെ മസ്റ്റായിട്ട് ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ടിപ്പ് ടോപ്പായിട്ട് ചെല്ലുക. ഫസ്റ്റ് തന്നെ അവർ കാണുമ്പോൾ നമ്മളെ കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പകുതി പാസ്സായി. കാരണം നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ കഴുത്തിലൊരു മാലയും കൈമൊരു ചെയിനൊക്കെ ഇട്ടിട്ട് നടന്നിരുന്നു വെള്ളിയുടെ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഊരി വെച്ചിട്ട് പോവുക. അത് നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പ്രശ്നമില്ല. പക്ഷേ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ഡീസൻസിൽ ചെല്ലുക. നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഇൻസൈഡൊക്കെ ചെയ്ത് ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ തന്നെ അവർ ഫസ്റ്റ് നോക്കുക ഏതൊരു കമ്പനിയും നമ്മുടെ വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. മുടിയൊക്കെ നന്നായി വെട്ടിയിട്ടുണ്ട്, അതൊക്കെ കാര്യങ്ങളൊക്കെ അവർ നന്നായി ശ്രദ്ധിക്കും. ഇതൊക്കെ ഞാൻ പോയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. പലർക്കും എതിരഭിപ്രായമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇൻ്റർവ്യൂ പാസ്സാവലാണ് മസ്റ്റ്.